ഹായ് ഡീഡ്സ്, എല്ലാവർക്കും പൊന്നു കല്ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതിലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സീനിയ വെറൈറ്റിയാണ്, അതായത് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന സീനിയ വെറൈറ്റീസാണ്. അപ്പോൾ 4 കളർ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതാണ് പൂക്കൾ. എപ്പോഴും നമ്മുടെ ചട്ടി നിറച്ച് പൂക്കൾ തരുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസം. ഇതാണ് സൈസ്. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ചട്ടി പോട്ട് നിറച്ച് ഇതുപോലെ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഫ്ലവർ തരും. പിന്നെ കുറേ ഒരു രണ്ടാഴ്ചയോളം ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞാൽ നിൽക്കും കേട്ടോ. 2-3 ആഴ്ചയോളം നിൽക്കും ഇത്. അപ്പോൾ അത് ആദ്യം വിരിഞ്ഞൊരു ഫ്ലവറാണത് ഈ കാണുന്നത്. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ സീഡ് എടുത്ത് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് എന്നും നമ്മുടെ വീട്ടിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് വളർത്താം. എല്ലാവരും ഓർക്കും ഇത് സീസണൽ ഫ്ലവറാണ്, പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് പാകി നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ, അപ്പം ആദ്യത്തെ ആ ഫ്ലവറിൻ്റെ ഒരു ഉണക്കായി കഴിയുമ്പോൾ അത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ തന്നെ ആയി വന്ന് ഇതിൻ്റെ എല്ലാം ലൈഫ് ടൈം തീരുമ്പോഴത്തേനും അടുത്തത് ഇതുപോലെ സെറ്റായി ഫ്ലവറായി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഫ്ലവറാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്. അതിൻ്റെ വേറെ ഒരു ഇതാണ് ഡാർക്ക് മെറൂണ്. ആദ്യം ഇതാണ് ഇങ്ങനെ ഒരാഴ്ച 1.5 ആഴ്ചയോളം ഇങ്ങനെ ഈ ഫ്ലവറായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ഇത് ഇങ്ങനെ ഈ ഒരു കളറ് ആയിട്ട് മാറും കേട്ടോ. നല്ലൊരു ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് ഇത് കാണാൻ. നിറഞ്ഞ് പൂക്കളാണ്. ഇതാണ് ഇതിൻ്റെ ഈ സീനിയയുടെ ഒക്കെ പ്രത്യേകത. അടുത്ത നമ്മുടെ നല്ല മാമ്പഴ കളറാണ്. അതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നിറഞ്ഞ് പൂക്കളാണ്, എപ്പോഴും നിറഞ്ഞ് നിൽക്കും ഫ്ലവറായിട്ട്. അപ്പം നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു 2-3-4 കളറുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ എപ്പോഴും പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ സീഡ് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ വെച്ചേക്കുന്ന പോട്ടിൽ തന്നെ വീണിങ്ങനെ പിന്നെയും കിളുത്ത് കയറി വരുന്നുണ്ട്. അങ്ങനെ ആക്കാം. പിന്നെ അല്ലാതെ നമുക്ക് ഇത് വേറെ സെപ്പറേറ്റ് ഇതിൻ്റെ സീഡ് പാകി ചിലപ്പോൾ നമ്മൾ പാകുമ്പോൾ വേറെ കളറൊക്കെ കിട്ടും. എന്നാലും ഇത്രയൊക്കെ സൈസുള്ളൂ. ഉണ്ട് അടുത്ത് നോക്കിയാൽ നല്ല മജന്ത കളർ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ആദ്യം കുറേ ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാം സെയിലായി തീർന്നായിരുന്നു. ഇനി കുറച്ച് സ്റ്റോക്ക് കൂടി ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വഴി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് CC ഉൾപ്പെടെ 300 രൂപ വരും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നല്ലതായിട്ട് സെയിലാകുന്നുണ്ട്. ഇത് നമുക്ക് ഓർഡർ ഇഷ്ടം പോലെ കിട്ടുന്നുമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വൈറ്റൊക്കെ നോക്കി ഇതുപോലെ നിറഞ്ഞ് തിങ്ങി നിൽക്കും പൂക്കൾ. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പല കളറും മാമ്പഴ കളറും അതുപോലെ ഇതിൻ്റെ ഇനി ഒത്തിരി റെയറായിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കളേഴ്സാണ്. അപ്പോൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ്. മജന്തയും ഇതിങ്ങനെയൊക്കെ വൈറ്റൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. ഏതുകൊണ്ട് റോസാപ്പൂ കുഞ്ഞായിട്ടുള്ള റോസാപ്പൂവായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആദ്യമൊക്കെ നല്ല അത് കഴിയുമ്പോൾ ഇതിൻ്റെ മാജിക്ക് പോലെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. പിന്നെ വയറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ രസം നോക്കി 2-3 ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ല. അടുപ്പിച്ച് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്നെ രസമാണല്ലേ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ. കുഞ്ഞു റോസാപ്പൂ പോലെ ഇരിക്കും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ. കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു 30 പേർക്കുണ്ടായിരുന്നു. അതത്രയും തീർന്നു. ഇപ്പോൾ അടുത്ത് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.